പെബിൾസ് മലയാളം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിൽ ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ലോക ഭക്ഷ്യദിനം എന്നാണ്? ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. 2020 സമാധാന നോബൽ നേടിയത്? 2020 സമാധാന നോബൽ നേടിയത് വേൾഡ് ഫുഡ് പ്രോഗ്രാം. വേൾഡ് ഫുഡ് പ്രൈസ് 2020 ലഭിച്ചത് ആർക്കാണ്? വേൾഡ് ഫുഡ് പ്രൈസ് 2020 ലഭിച്ചത് ആർക്കാണ്? ഉത്തരം രത്തൻ ലാൽ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാർലമെന്റിൽ പാസാക്കിയത് എന്നാണ്? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാർലമെന്റിൽ പാസാക്കിയത് എന്നാണ്? ഉത്തരം 2013. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? നോർമൻ ബോർലോഗ്. നോർമൻ ബോർലോഗ്. വേൾഡ് ഫുഡ് പ്രൈസിന് അർഹനായ ആദ്യ ഭാരതീയൻ ആര്? വേൾഡ് ഫുഡ് പ്രൈസിന് അർഹനായ ആദ്യ ഭാരതീയൻ ആര്? ഉത്തരം MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം MS സ്വാമിനാഥൻ. FAO നിലവിൽ വന്ന വർഷം ഏത്? FAO നിലവിൽ വന്ന വർഷം ഏത്? 1945 ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനം ഏത് സംഘടനയുടെ ആഹ്വാന പ്രകാരമാണ് കൊണ്ടാടുന്നത്? ലോക ഭക്ഷ്യദിനം ഏത് സംഘടനയുടെ ആഹ്വാന പ്രകാരമാണ് കൊണ്ടാടുന്നത്? ഉത്തരം FAO. പട്ടിണി രാജ്യം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? പട്ടിണി രാജ്യം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ഉത്തരം സൊമാലിയ. FAOയുടെ പൂർണ്ണ രൂപം എന്ത്? FAOയുടെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. 1981 ഭക്ഷ്യദിനത്തിലെ ആദ്യ പ്രമേയം എന്തായിരുന്നു? 1981 ഭക്ഷ്യദിനത്തിലെ ആദ്യ പ്രമേയം എന്തായിരുന്നു? ഫുഡ് കംസ് ഫസ്റ്റ്. ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? ഉത്തരം ആഹാരം. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം കോഴിക്കോട്. ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണ ഘടകം ഏതാണ്? ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണ ഘടകം ഏതാണ്? ഉത്തരം മാംസ്യം. അന്താരാഷ്ട്ര ഭക്ഷണമായി അംഗീകരിക്കുന്നത് എന്താണ്? അന്താരാഷ്ട്ര ഭക്ഷണമായി അംഗീകരിക്കുന്നത് എന്താണ്? ഉത്തരം കാബേജ്. ലോക ഭക്ഷ്യദിനമായി ആചരിക്കാൻ ആരംഭിച്ച വർഷം ഏത്? ലോക ഭക്ഷ്യദിനമായി ആചരിക്കൽ ആരംഭിച്ച വർഷം ഏത്? 1945. പോഷക ഘടകങ്ങളെല്ലാം ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ പറയുന്ന പേരെന്ത്? പോഷക ഘടകങ്ങളെല്ലാം ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ പറയുന്ന പേരെന്ത്? സമീകൃത ആഹാരം. സമീകൃത ആഹാരത്തിന് ഉദാഹരണം എന്ത്? സമീകൃത ആഹാരത്തിന് ഉദാഹരണം എന്ത്? ഉത്തരം പാൽ. പോഷകാഹാരങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഇന്ത്യൻ സ്ഥാപനം ഏത്? പോഷകാഹാരങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഇന്ത്യൻ സ്ഥാപനം ഏത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. പോഷകങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? പോഷകങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ട്രോഫോളജി. പെബിൾസ് മലയാളം.